ഒരുപാട് വേദികളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രഭാഷണം നടത്താനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ നാന്ദി കുറിച്ചത് ഈ കുറുക്കഞ്ചേരി അമ്പലത്തിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗൃഹാതുരത്വം ഇവിടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദം പതിഞ്ഞ ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4ാം ക്ലാസ്സുകാരൻ ഗുരുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചത് ഈ വേദിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഭഗവാൻ ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ പ്രഭാഷണം. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്കതിലൊരു ഗോൾഡ് മെഡല് എനിക്കന്ന് കിട്ടുകയും ചെയ്തു. സത്യം പറഞ്ഞ ഒരു സ്വർണ്ണ മെഡൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു 4ാം ക്ലാസ്സുകാരനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അത് എന്താ പറയാ, ഒരു ജീവിതത്തിലെ തന്നെ ഒരു മഹാഭാഗ്യമായിരുന്നു. പക്ഷെ എന്തിന് ഗുരു എനിക്ക് അന്നൊരു സ്വർണ്ണ മെഡൽ തന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു പക്ഷേ ഗുരു അന്ന് ചേർത്ത് പിടിക്കുകയായിരുന്നു. രാമായണത്തില് ഒരു കഥയുണ്ട്, അഭീ സ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാകവിഗരീയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മണ, ഈ ലങ്ക ചിലപ്പോ സ്വർണം കൊണ്ടുണ്ടായതായിരിക്കാം, എന്നാലും ലക്ഷ്മണ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജനനീ ജന്മഭൂമിശ്ച സ്വർഗാകവിഗരീയസി, എന്നെ സംബന്ധിച്ച് ഈ അമ്മയും ജന്മനാടും എനിക്ക് സ്വർഗത്തെക്കാൾ പ്രിയപ്പെട്ടതാണ് ലക്ഷ്മണ. ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാനപ്പെട്ട ഈ SNDP യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ മോഹനേട്ടൻ അവറുകൾ, ഈ SNDP യോഗത്തിൻ്റെ ഈ പ്രാർത്ഥനാ യോഗത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന SNDP യോഗത്തിൻ്റെ മറ്റു ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ഭക്തർ, ഒരുപക്ഷെ മോഹനേട്ടൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് വേദികളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിലും വളരെ അടുത്ത് ഹരിയാനയിലെ ഫരീദാബാദിലായിരുന്നു. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ 3500 കിലോമീറ്ററുകൾ അകലെയുള്ള ഫരീദാബാദിൽ അവിടെ ഒരു ഗുരു സമാജം 75 വർഷമായിട്ട് അവിടെയുള്ള ഗുരുദേവ ഭക്തർ ഒരു ഗുരു സമാജം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ അടുത്തൊരു ഗുരുമന്ദിരം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ആ ഗുരുമന്ദിരത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ട് വിളിച്ചത് എന്നെയായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടി. പക്ഷെ ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മോഹനേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് വേദികളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രഭാഷണം നടത്താനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും
അതിൻ്റെ നാന്തി കുറിച്ചത് ഈ കുറുക്കഞ്ചേരി അമ്പലത്തിൽ നിന്നായിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗൃഹാതുരത്വം ഇവിടെ ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദം പതിഞ്ഞ ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4ാം ക്ലാസ്സുകാരൻ ഗുരുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചത് ഈ വേദിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഭഗവാൻ ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ പ്രഭാഷണം. അത് SN ക്ലബ് അന്ന് നടത്തിയ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഞാനന്നൊരു ഗുരുവിനെ കുറിച്ചൊരു പ്രഭാഷണം പറയുകയും അതിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്കതിലൊരു 1ാം സമ്മാനം കിട്ടുകയും ഒരു ഗോൾഡ് മെഡൽ എനിക്കന്ന് കിട്ടുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു സ്വർണ്ണ മെഡൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു 4ാം ക്ലാസ്സുകാരനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അത് എന്താ പറയുക, ഒരു ജീവിതത്തിലെ തന്നെ ഒരു മഹാഭാഗ്യമായിരുന്നു. പക്ഷെ എന്തിനു ഗുരു എനിക്ക് അന്നൊരു സ്വർണ്ണ മെഡൽ തന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു പക്ഷേ ഗുരു അന്ന് ചേർത്ത് പിടിക്കുകയായിരുന്നു. ഗുരുവിന്റെ ദർശനങ്ങള് ഈ ഭാരതത്തില്, അല്ലെങ്കിൽ ഞാൻ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഡൽഹിയിലും ഫരീദാബാദിലും ഹരിയാനയിലും ഒക്കെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രഭാഷണം പറയാനായിട്ടൊരു നിയോഗം എനിക്ക് കൈവന്നത് സത്യം പറഞ്ഞ അതിൻ്റെ തുടക്കം കുറിച്ചത് ഈ പുണ്യഭൂമിയിൽ നിന്നായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു നിയോഗമായി ഞാൻ കാണുകയാണ്. ഒരു പക്ഷേ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും വന്നതാണ്. എൻ്റെ ഭാര്യ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടാൻ വേണ്ടി വന്നപ്പോൾ ഒരു നിയോഗം പോലെ ഇങ്ങനെ ഒരു ചതയദിന പ്രാർത്ഥന ഇവിടെ വരികയും ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാനായിട്ട് ഒരു അവസരം എനിക്ക് കൈവന്നപ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് ഗൃഹാതുരത്വം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് രാമായണത്തിലെ ഒരു കഥയുണ്ട്. അതായത് രാമൻ ലങ്കയിലെ ആ യുദ്ധത്തിന് ശേഷം, രാവണവധത്തിന് ശേഷം രാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങള് ശ്രീരാമന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ശ്രീരാമ, അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ ഈ രാജ്യത്ത് നിന്ന് പോകുന്നത്? അങ്ങക്ക് ഞങ്ങളുടെ രാജാവായിട്ട് ഈ രാജ്യം ഭരിച്ചുകൂടെ എന്ന് ലങ്കയിലെ ജനങ്ങൾ രാമനോട് പറയുകയും, അപ്പൊ രാമന്റെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ സഹോദരനോട് പറയുന്ന ഒരു രംഗമുണ്ട്, അങ്ങിത് കേൾക്കുന്നില്ലേ ജ്യേഷ്ഠ, അങ്ങേക്ക് ഈ രാജ്യത്തെ രാജാവായി ഇരുന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ രാമൻ ലക്ഷ്മണന്റെ അടുത്ത് പറയുന്ന ഒരു വാക്യമുണ്ട് രാമായണത്തില്. അതിങ്ങനെയാണ്, അഭീ സ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാഭിഗരീയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മണ, ഈ ലങ്ക ചിലപ്പോ സ്വർണം കൊണ്ടുണ്ടായതായിരിക്കാം, എന്നാലും ലക്ഷ്മണ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജനനീ ജന്മഭൂമിശ്ച സ്വർഗാഭിഗരീയസി, എന്നെ സംബന്ധിച്ച് ഈ അമ്മയും ജന്മനാടും എനിക്ക് സ്വർഗത്തേക്കാൾ പ്രിയപ്പെട്ടതാണ് ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണനും രാമനും പിന്നീട് ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് യാത്രയാവുന്നത്. ഒരു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഭാരതത്തിലെ ഒരുപാട് സ്ഥലങ്ങളില് ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഗുരുവിന്റെ പുണ്യപാദം പതിഞ്ഞ ഈ കുറുക്കഞ്ചേരി അമ്പലത്തില് എന്റെ നാന്തി കുറിച്ച ഈ കുറുക്കഞ്ചേരി അമ്പലത്തില് ഇങ്ങനെ ഒരു പ്രഭാഷണം പറയുന്നത് സത്യം പറഞ്ഞ ഒരു തിരിച്ചുവരവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ഈ SNBP യോഗത്തിന്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ ഹൃദയത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അപ്പോൾ ഗുരു ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം, ഒരു പക്ഷേ ഞാൻ ഗുരുവിനെ കുറിച്ച് പല പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോ ഞാൻ താമസിക്കുന്ന ഡൽഹിയിൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, 24 ശാഖകൾ ഡൽഹി SNDP യൂണിയനിലുണ്ട്. ആ 24 ശാഖകളിലും ഗുരുദേവ മന്ദിരങ്ങളുണ്ട്. ആ ഗുരുദേവ മന്ദിരങ്ങളിൽ എല്ലാ ദിവസവും ഗുരുദേവനെ പൂജ ചെയ്യുന്നു. എല്ലാ മാസവും ചതയദിന പ്രാർത്ഥനകൾ നടക്കുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഒരു സംശയമാണ്, ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഗുരുദേവ ഭക്തരായ നമുക്ക് പലപ്പോഴും ഒരു സംശയമാണ്, ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണോ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു നവോത്ഥാന നായകൻ മാത്രമാണോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഗുരുദേവ ഭക്തരായ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു പക്ഷേ
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് ഈ സാഹിത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്ര ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഈ ജീവചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്ന് അതിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ശ്രീനാരായണ ഗുരുദേവനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിലാണ്. ഒരുപക്ഷെ ഈ ഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ചരിത്ര പുസ്തകമുണ്ട്, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് എഴുതിയിരിക്കുന്നത് വലിയൊരു ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ആ പുസ്തകത്തിൽ പോലും ശ്രീനാരായണ ഗുരുദേവനെ പരാമർശിച്ചിരിക്കുന്നത് ഹീസ് എ റവല്യൂഷണറി, അതല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ള ഒരു രീതിയിലാണ് ഗുരുദേവനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രീനാരായണ ഗുരുദേവ ഭക്തരെങ്കിലും മനസ്സിലാക്കണം, നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ചെറിയ ഭാവം മാത്രമാണ്. അതുകൊണ്ട് ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടോ ഒരു നവോത്ഥാന നായകനായിട്ടോ മാത്രം നമ്മൾ ഗുരുദേവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഒരു ചെറിയ ഭാവം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗുരുദേവ ഭക്തര് നമ്മളെങ്കിലും പറയണം, ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്നൊരു ചോദ്യം നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംശയവും കൂടാതെ നമ്മൾ പറയണം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. അപ്പൊ ആരെയാണ് നാം കാലഘട്ടത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്? ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നത് പോലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനാം അധർമ്മസ്യ തദാത്മാനം സൃജാത്മഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെപ്പോൾ ധർമ്മം നശിക്കുന്നുവോ, എപ്പോഴെപ്പോൾ അധർമ്മം തലപൊക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ജനിക്കുന്നു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇതുപോലെ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. അതുപോലെ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുദേവനും മുഹമ്മദ് നബിയും ഒക്കെ ഇങ്ങനെ കാലഘട്ടങ്ങളുടെ സൃഷ്ടികളായിരുന്നു. അപ്പൊ ഒരു പരിവർത്തന ദശയിൽ സമൂഹം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് മോചനമാർഗം കാണിക്കുവാൻ കാലഘട്ടങ്ങൾക്ക് കഴിയാറുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും. അപ്പൊ ഗുരുദേവൻ ജനിച്ച ആ കാലഘട്ടം എന്തായിരുന്നു? ഭാരതീയ സമൂഹത്തിൽ ജാതിയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇഴുകിച്ചേർന്ന് ഭാരതീയ സമൂഹം ഒരു അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പൂജാതനാകുന്നത്. അന്ധമായ വിശ്വാസങ്ങളെയും അപരിഷ്കൃതങ്ങളായ ജീവിത രീതികളെയും വലിച്ചെറിയുവാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. അതിനുവേണ്ടി ഗുരുദേവൻ ഒരു ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന് തന്നെ രൂപം കൊടുത്തു. അപ്പൊ നമ്മൾ ഗുരുദേവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. 1888 കേരള ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു യുഗ പരിവർത്തനത്തിന് തുടക്കം കുറിച്ച വർഷമായിരുന്നു. ഒരു ഈഴവ മാതാവിന്റെ വയറ്റിൽ പിറന്ന നാണുവെന്ന നാണുവാശാൻ ആഢ്യ ബ്രാഹ്മണർക്ക് മാത്രം വിധിച്ചിട്ടുള്ള പ്രതിഷ്ഠാകർമ്മം അരുവിപ്പുറത്ത് നിർവഹിച്ചു. അതിനുശേഷം ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു. കേരള സമൂഹത്തിന്റെ മാത്രമല്ല മുഴുവൻ ഭാരതത്തിന്റെയും ഒരു നവോത്ഥാനത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു അത്. അപ്പൊ ഗുരുദേവൻ നടത്തിയ ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം ആരംഭിക്കുന്നത് 1888 ശിവലിംഗ പ്രതിഷ്ഠയിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനെ എല്ലാവരും ഒരു നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിൽ ഗുരുദേവനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഗുരുദേവൻ നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ഒരു കർമ്മം പോലും ഗുരുവിന്റെ യോഗശക്തിയിൽ നിന്നും ഗുരുദേവൻ തപിപ്പിച്ചെടുത്ത ഒരു ശിലാഖണ്ഡമാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പൊ
അത് പക്ഷേ നമ്മൾ ചരിത്രകാരന്മാരെല്ലാവരും ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ സത്യത്തിൽ ഗുരുദേവൻ അത് മാത്രമായിരുന്നു. എന്താണ് ഗുരുദേവൻ നമുക്ക് നൽകിയ ദർശനം എന്ന് പറയുന്നത്? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഗുരുദേവന്റെ ജീവിതം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്താണ് ദർശനം? ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉൾക്കാഴ്ചയാണ്, ഉള്ളുണർവാണ്. നിഗൂഢമായ മനസ്ഥലികളിൽ ഏകാഗിയായി തപസ്സു ചെയ്യുന്ന ഒരു ഋഷിക്ക് കിട്ടുന്ന അപൂർവ അനുഭവമാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ഗുരുദേവനും ഇങ്ങനെ ഒരു ദർശനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗുരുവിന്റെ ജീവിതം കുറച്ചൊക്കെ ഗുരുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. 6 വർഷത്തോളം മരുത്വാമലയിലെ കഠിന തപസ്സു ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ പിന്നീട് ആ കഠിന തപസ്സിനു ശേഷമാണ് ഈ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഈ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഗുരുദേവൻ ഈ സമൂഹത്തിന് നൽകിയ ദർശനമാണ് ഗുരുവിന്റെ ദർശനമായ അദ്വൈത മനുഷ്യ ദർശനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ അദ്വൈത മനുഷ്യ ദർശനം? അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന്റെ കർമ്മവും ധർമ്മവും എന്താണ്, ഇതെല്ലാമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഗുരുദേവന്റെ ദർശനം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുദേവൻ എഴുതി തന്നിട്ടുള്ള 62-ൽ പരം കൃതികൾ നമ്മൾ പഠിക്കണം. ആ കൃതികൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയ ആ ദർശനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഗുരുദേവന്റെ കൃതികളെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ തപശ്ചര്യയിൽ നിന്നും എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഗുരുദേവന്റെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുവിന്റെ കൃതികൾ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഗുരുദേവന്റെ കൃതികളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഗുരുവിന്റെ ദർശനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയാണ് ഗുരുദേവൻ എഴുതി തന്നിട്ടുള്ള ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥന. ഒരുപക്ഷെ ദൈവദശകത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിനെ സത്യസന്ധതയും നീതി തൽപരതയും സ്നേഹവായ്പും കാരുണ്യവും നിറഞ്ഞ ആ ഈശ്വരനെ ദൈവത്തിന് പോലും കോരിത്തരിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഗുരുദേവൻ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവദശകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപദം. അപ്പൊ എന്തുകൊണ്ടാ ഗുരുദേവൻ ദൈവദശകം ഇങ്ങനെ ആരംഭിച്ചത്? ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ എന്നാണ് ഗുരുദേവൻ ദൈവദശകം ആരംഭിക്കുന്നത്. അപ്പൊ ഗുരുവിന് ഈ മനുഷ്യരുടെ സ്വഭാവം ഗുരുവിന് നന്നായിട്ട് അറിയാം. നമ്മളുടെ ഈ മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട്, അതായത് വളരെ തുച്ഛമായ വർഷങ്ങളുടെ ആയുസ്സുമായി ഈ ഭൂമിയിൽ വന്നെത്തുന്ന മനുഷ്യൻ. പക്ഷെ വളരെ എളുപ്പത്തില് നമ്മൾ ഈ ഭൗതിക സുഖങ്ങളുടെ ഈ ആനന്ദങ്ങളുടെ നടുവില് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ദൈവത്തിന്റെ വിരൽ തുമ്പുവിട്ട് ഈ ഭൗതിക സുഖങ്ങളുടെ ഈ ആനന്ദങ്ങളുടെ നടുവില് നമ്മൾ വഴിതെറ്റിപ്പോകും. അത് മനുഷ്യരുടെ സ്വഭാവമാണ്. അവ എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. നമ്മൾ കുറച്ചു കാലത്തെ ഒരു ഒരു ജീവിതവുമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത്. പക്ഷെ മനുഷ്യന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളാണ്. ഒരുപക്ഷെ കുറച്ച് പണമുള്ള ഒരാൾക്ക് എപ്പോഴും തോന്നും, പോരാ എനിക്ക് ഇനിയും പണം ഉണ്ടാക്കണം. ഒരു ചെറിയ വീടുള്ള ആൾക്ക് തോന്നും, പോരാ എനിക്ക് ഈ ചെറിയ വീട് പോരാ, വലിയൊരു വീട് പണിയണം. ഇനി ഒരു ചെറിയ കാറുള്ള ഒരാൾക്ക് തോന്നും, ഈ ചെറിയ കാറ് പോരാ, എനിക്ക് വലിയൊരു കാറ് വേണം. അപ്പോൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യന്റെ ഈ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുമ്പോൾ, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ആരെങ്കിലും നമ്മളെ വേർപിരിഞ്ഞു പോകുമ്പോൾ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ദൈവദശകം ഇങ്ങനെ ആരംഭിച്ചത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതുന്നു ഞങ്ങളെ കയ്യിൽ നിന്നും വിടാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന.
അത് ഈ ലോകത്തില് ഇത്രയും ലക്ഷണയുക്തമായ ഒരു പ്രാർത്ഥന മറ്റാരും തന്നെ എഴുതിയിട്ടില്ലെന്നാണ് ഈ ദൈവദശകത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസൽമാനും ചൊല്ലാവുന്ന പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവനെ അറിവിന്റെ പരമകോടിയിലേക്ക് നയിക്കുന്ന പ്രാർത്ഥന, അതാണ് ദൈവദശകം. ഒരുപക്ഷെ ഗുരുവിന്റെ ദർശനത്തില് ഗുരു എല്ലായിടത്തും പറയുന്നത് മനുഷ്യത്വത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങൾ എന്താണ്, ഒരു മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം, ഇതെല്ലാമാണ് ഗുരുവിന്റെ എല്ലാ കൃതികളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗുരുവിന്റെ ഈ മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഗുരുവിന്റെ മറ്റൊരു കൃതിയാണ് അനുകമ്പാദശകം. പലരും ചിലപ്പോൾ ഇവിടെ വായിച്ചിട്ടുണ്ടാവും. അനുകമ്പാദശകത്തിൽ ഗുരു പറയുന്നത് എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ തിരുമേ വിട്ടകലാത ചിന്തയും. അപ്പൊ ഞാൻ ഈ അനുകമ്പയെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു പക്ഷേ എന്നെ പരിചയപ്പെടുത്തിയപ്പോ മോഹനേട്ട ഇവിടെ പറയുകയുണ്ടായി, ഞാൻ ഡൽഹിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഒരുപക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോലി ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അതായത് ഒരു ക്രിമിനൽ കേസ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി സർക്കാരിന് വേണ്ടി. ഒരുപക്ഷെ എൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് സാക്കേത്ത് കോടതിയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാക്കേത്ത് കോടതി. ഈ ഭാരതത്തിലെ തന്നെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു കുറ്റകൃത്യത്തിന്റെ വിചാരണ നടന്ന നിർഭയ കേസ് എന്ന് പറയുന്ന ആ കേസിന്റെ വിചാരണ നടന്ന കോടതിയാണ് സാക്കേത്ത് കോടതി. ആ പ്രതികളെ 4 പ്രതികളെ വധശിക്ഷയ്ക്ക് വിളിച്ച ആ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഞാൻ. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക പ്രൊഫഷണൽ ജീവിതത്തിലെ ഓരോ ദിവസവും ഞാൻ കാണുന്ന 100 കണക്കിന് ക്രിമിനലുകളെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇത്രയും മാരകമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹം എന്തുകൊണ്ട് ഇവിടെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ, അവരിൽ മനുഷ്യത്വം കൊണ്ടുവരാനുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ലാത്തത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഈ എന്താ പറയാ ഈ അനുകമ്പാദശകം പോലെയുള്ള കൃതികൾ ഒരിക്കലെങ്കിലും വായിക്കാൻ, അല്ലെങ്കിൽ അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ ഒരുപക്ഷെ അനുകമ്പാദശത്തിൽ ഗുരു പറയുന്നത് തന്നെ എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. അതിനുശേഷം ഗുരു എന്താണ് പറയുന്നത്? അരുളില്ലയെങ്കിൽ അസ്ഥി തോൾ സിര നാറുന്നൊരുടമ്പു താനവൻ. അങ്ങനെയാണ് ഗുരു പറയുന്നത്. അതായത് ഈ അരുള് അല്ലെങ്കിൽ കമ്പാഷൻ, അരുള് അല്ലെങ്കിൽ അനുകമ്പ ഇല്ലാത്ത ഒരു ശരീരത്തെ ഗുരു വിളിക്കുന്നത് എന്താണ്? അസ്ഥി തോൾ സിര, വെറും അസ്ഥിയും തോലും ശിരസ്സുമുള്ള നാറുന്നൊരുടമ്പ്. അതായത് ഇങ്ങനെ ഒരു നാറുന്ന ഒരു ഉടമ്പാണെന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? അനുകമ്പാദശകം പോലെയുള്ള ഗുരുദേവൻ എഴുതി തന്നിട്ടുള്ള കൃതികള് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ പഠിച്ചു വളരുന്ന ഗുരുവിന്റെ കൃതികള് പഠിച്ചു വളരുന്ന ഒരു കുട്ടിയാണ് ഈ സമൂഹത്തില് ഒരു നല്ല എന്താ പറയാ ഒരു വ്യക്തിയായി, ഒരു വ്യക്തിത്വമായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവന്റെ ഗുരുദേവന്റെ ഏത് കൃതി എടുത്ത് പരിശോധിച്ചാലും ഗുരു എല്ലായിടത്തും പറയുന്നത് മനുഷ്യത്വത്തെ കുറിച്ച് തന്നെയാണ്. ഒരു പക്ഷേ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി ഒരുപക്ഷെ നമ്മളെല്ലാവരും പലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആത്മാവിനെ കുറിച്ച് 108 ഉപനിഷത്തുക്കളിൽ പറയുന്നതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മഹാഗുരുവായ ഗുരുദേവൻ എഴുതിയ കൃതിയാണ് ആത്മോപദേശ ശതകം. അപ്പോൾ ഈ ആത്മോപദേശ ശതകത്തിലും ഗുരു പറയുന്നുണ്ട്, അതിലെ ഒരു ശ്ലോകത്തിൽ ഗുരു പറയുന്നത് എന്താണ്? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അതായത് ഈ സമൂഹത്തിലെ മനുഷ്യരെ ഗുരു 2 രീതിയിലാണ് പറയുന്നത്, കൃപണനും കൃപാലും.
അതായത് അപരനെ നോക്കാൻ, അതായത് നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ സമയം മാറ്റിവെച്ച് നിങ്ങളൊന്ന് അപരനെ നോക്കൂ. അതാണ് ഗുരു പറയുന്നത്. അപരനെ നോക്കുന്ന ഒരാളെയാണ് ഗുരു എന്ത് പറയുന്നത്? കൃപാലു എന്ന് പറയുന്നത്. എന്നാൽ കൃപണനെ ഗുരു പറയുന്നത് എന്താ? അവനവനിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഗുരു പറയുന്നത് കൃപണൻ എന്ന്. അതിനുശേഷമാണ് ഗുരു പറയുന്നത് അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അതായത് എന്നിലും നിന്നിലും കുടികൊള്ളുന്നത് ആത്മസ്വരൂപത്തിന്റെ ഓരോ അംശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ല, നമ്മളിൽ എല്ലാവരിലും കുടികൊള്ളുന്നത് ആത്മസ്വരൂപത്തിന്റെ ഓരോ അംശങ്ങൾ തന്നെയാണ് എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അതുകൊണ്ട് അപരനെ നോക്കാൻ കുറച്ചൊക്കെ നമ്മളുടെ ഈ ജീവിതത്തിലെ കുറച്ചൊക്കെ ഒരു സമയം മാറ്റിവെച്ച് അപരനെ നോക്കാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. ഒരുപക്ഷെ എൻ്റെ കോടതിയിൽ ഉണ്ടായ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഞാൻ ഒരു കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഇരിക്കുന്ന സമയത്ത് ഒരു കളവ് കേസിന്റെ വിചാരണ എൻ്റെ കോടതിയിൽ വന്നു. അപ്പോൾ ഈ കളവ് കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ടീച്ചറായിരുന്നു അതിലൊരു പരാതിക്കാരി. നമ്മുടെ ഈ നാട്ടിലൊക്കെ അംഗനവാടി നടത്തുന്ന പോലെ ഡൽഹിയിൽ ഒരു അംഗനവാടി നടത്തുന്ന ഒരു ടീച്ചർ. അപ്പോൾ അവരൊരു വിധവയാണ്. അപ്പോൾ അവർ ഈ അംഗനവാടി നടത്തുന്ന അതിൽ നിന്നും കിട്ടുന്ന ഒരു പൈസ കൊണ്ടാണ് അവരുടെ നിത്യജീവിതം തന്നെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി രണ്ട് മോഷ്ടാക്കൾ അവരുടെ ആ അംഗനവാടിയിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ അവർ ഒരുപാട് കാലങ്ങളായി അവർ സ്വരൂപിച്ച് വെച്ചിരുന്ന അവരുടെ കുറച്ച് പൈസയും അവിടുത്തെ മറ്റു വസ്തുക്കളൊക്കെ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഡൽഹി പോലീസ് അവരെ പിടിക്കുകയും ആ 2 മോഷ്ടാക്കളുടെ വിചാരണ എൻ്റെ കോടതിയിൽ ആരംഭിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഈ ടീച്ചർ എൻ്റെ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ടീച്ചറുടെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ടീച്ചറെ ഞാൻ ബോധ്യപ്പെടുത്തി എന്താണ് കോടതിയിൽ പറയേണ്ടത്. നിങ്ങൾ ഈ മോഷ്ടാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. അങ്ങനെ വരുമ്പോൾ ഈ മോഷ്ടാക്കളെ നമുക്ക് തീഹാർ ജയിലിലേക്ക് അയക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ടീച്ചർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. സാർ, ഞാൻ ഈ മൊഴി മാറ്റി പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വളരെ അതിശയിച്ചു പോയി. ഞാൻ ചോദിച്ചു, ടീച്ചർ എന്തിനാണ് ഈ മൊഴി നിങ്ങൾ മാറ്റി പറയുന്നത്? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമല്ലേ, അപ്പം നിങ്ങൾ ഈ സത്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, സാർ, ഞാൻ സത്യം പറഞ്ഞാൽ സാറ് ചിലപ്പോൾ ഈ കേസ് ജയിക്കുമായിരിക്കും, ചിലപ്പോൾ ഈ മോഷ്ടാക്കളെ തീഹാർ ജയിലിലേക്ക് വിടും. പക്ഷെ സാർ ആ 2 കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു 18-19 വയസ്സായ 2 കുട്ടികൾ. എൻ്റെ ഒരു മൊഴി കൊണ്ട് ഈ 2 കുട്ടികളെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നാ ടീച്ചർ പറയുകയും അവര് സാക്ഷിക്കൂട്ടിൽ കയറിയിട്ട് അവര് മൊഴി മാറ്റി പറയുകയും അങ്ങനെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ 2 കുട്ടികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. സത്യത്തിൽ അവർ ആ കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എങ്ങനെയാണ് അവർക്ക് തൻ്റെ ആരുമല്ലാത്ത തൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികൾ സൃഷ്ടിച്ച ആ 2 മോഷ്ടാക്കളോട് അവർക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ടീച്ചർ അവരവരുടെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ആ അനുകമ്പ എന്ന് പറയുന്നത്, അതായത് അപരനെ നോക്കാൻ സാധിച്ചൊരു ടീച്ചറാണ് അവർ. ഒരു പക്ഷേ അവർ ചിലപ്പോൾ ഗുരുവിൻ്റെ അനുകമ്പാദശകമൊന്നും വായിച്ചിട്ടുള്ള ഒരാളായിരിക്കില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഗുരു ഉണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഗുരുവിനെ കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നുണ്ട്, ഗുരുദേവ മന്ദിരങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഗുരുവുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ പ്രാർത്ഥനാ യോഗങ്ങൾ പങ്കെടുക്കുമ്പോഴും ഗുരുവിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും കൃതികൾ ചെല്ലുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ ഗുരുവിനെ കൊണ്ടുവരണം, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഗുരു ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ ഗുരുഭക്തരായി മാറുന്നത്. ഒരു പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഗുരു ആരാണെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വലിയൊരു പ്രസക്തമായൊരു ചോദ്യമാണ്. ഗുരു ആരായിരുന്നു ഗുരു? കാരണം നമ്മൾ ആരും ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ടില്ല.
നമ്മൾ ഈ ഇരിക്കുന്ന ജനത എന്ന് പറയുന്നത് നമ്മൾ ആരും ഗുരുദേവനെ കണ്ടിട്ടുള്ള ഒരു ജനതയേ അല്ല. നമ്മളെല്ലാവരും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ്, അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ്. പക്ഷെ ഗുരു ആരായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ കണ്ടിട്ടുള്ളവർ പറയണം ആ അവതാര രൂപം എന്തായിരുന്നു, ആരായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ ഗുരുവിനെ കണ്ടിട്ടുള്ള ജനത എന്ന് പറയുന്നത് ആരാണ്? ഗുരുവിന്റെ അരുമ ശിഷ്യന്മാരാണ്. അപ്പൊ ഇവിടെ ഗുരു ഈ വേദിയിൽ തന്നെ വെച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. അതിൽ ഗുരുവിന്റെ ഏറ്റവും അരുമ ശിഷ്യനായ കുമാരനാശാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എങ്ങനെയാണ് ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഗുരുസ്തവത്തിൽ കുമാരനാശാൻ പറയുന്നുണ്ട്, എന്താണ്? ആരായുകിൽ അന്ധത്വം ഒഴിച്ചാതിമഹസ്സിൻ നേരാമ്പഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞ മഹാകവി കുമാരനാശാൻ. അതായത് കുമാരനാശാൻ എന്ന് പറയുന്ന ഗുരുവിന്റെ ശിഷ്യന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഭഗവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരനാശാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു: പരദൈവം. വെറും ദൈവമല്ല, പരദൈവമായിരുന്നു കുമാരനാശാന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ തന്നെ ഗുരുവിനെ കണ്ടിട്ടുള്ള മറ്റൊരു ശിഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. ഞാനിവിടെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നിങ്ങൾ പലയിടത്തും വായിച്ചിട്ടുണ്ടാവും. ഈ കേരളം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ഒരുപക്ഷെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, വേണം ധർമ്മം യഥോചിതം എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. അതുപോലെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകം എഴുതിയപ്പോ സയൻസ് ദശകം എഴുതിയ ആളാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഇങ്ങനെ സഹോദരൻ അയ്യപ്പൻ, ഇത്രയും വലിയൊരു യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ, പക്ഷേ തൻ്റെ അവസാന കാലഘട്ടത്തില് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായപ്പോൾ സഹോദരൻ അയ്യപ്പൻ എഴുതിയ ഒരു സമാധി ഗാനമുണ്ട്. നമ്മളെല്ലാവരും ഗുരുവിന്റെ മഹാസമാധിക്ക് ചൊല്ലുന്ന ആ ഗാനം, അല്ലെങ്കിൽ ആ സമാധി ഗാനം എന്താണ്? ജരാരുജാമൃത ഭയമേഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ മഹാഗുരു സമാധിയായപ്പോൾ മഹാഗുരുവിനെ കുറിച്ച് എഴുതിയ സമാധി ഗാനത്തിൽ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജയ ഭഗവാൻ എന്നാണ്. അതിനുശേഷം സഹോദരൻ അയ്യപ്പൻ തന്നെ പിന്നീട് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എന്റെ യുക്തിവാദം മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എന്റെ ഗുരുവിനെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ മഹാഗുരുവിനെ കണ്ട മറ്റൊരു ഗുരുവാണ് ശാന്തിനികേതനിലെ ഗുരുവായ രവീന്ദ്രനാഥ ടാഗോർ. ഒരുപക്ഷെ അതും കൂടെ ഞാനിവിടെ പറയാനുള്ള കാരണം, ഈ അടുത്താണ് ഈ രവീന്ദ്രനാഥ ടാഗോറിന്റെയും അതുപോലെ മഹാത്മാഗാന്ധിയെയും ഗുരുദേവനുമായി നടത്തിയ ആ സംവാദത്തെക്കുറിച്ചുള്ള ഒരു അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഗുരുവിനെ തിരിച്ചറിയേണ്ടത് മറ്റു ഋഷിവര്യന്മാർ അല്ലെങ്കിൽ ഗുരുവിനെ കണ്ടിട്ടുള്ള മഹത് വ്യക്തികള് ഗുരുവിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഗുരുദേവ ഭക്തരെല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മഹാഗുരുവിനെ കാണാനായിട്ട് രവീന്ദ്രനാഥ ടാഗോർ 1922 ശിവഗിരിയിൽ വരുന്നത്. അപ്പൊ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കാവ്യത്തിൽ ടാഗോർ പറയുന്നുണ്ട്, എന്താണ്? വേർ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, വേർ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ നോളജ് ഈസ് ഫ്രീ, ലെറ്റ് മൈ കൺട്രി awake. അതായത് എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ ശീർഷം സമുന്നതം, എന്റെ നാടൊന്നുണരണമേ എന്ന് പ്രാർത്ഥിച്ച മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹം 1922 മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ കാണാനായിട്ട് ശിവഗിരിയിലേക്ക് വരുന്നു.
അങ്ങനെ ശിവഗിരിയിലേക്ക് വന്ന രവീന്ദ്രനാഥ ടാഗോർ ഒരുപാട് സമയം മഹാഗുരുവുമായി സംവദിച്ചതിന് ശേഷം ഗുരുവിനോട് രവീന്ദ്രനാഥ ടാഗോർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുവല്ലേ എന്ന് രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറയുന്നൊരു മറുപടിയുണ്ട്, ഇല്ല, എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനിയുള്ള എൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ മറുപടി കേട്ടപ്പോൾ തരിച്ചു നിന്ന ടാഗോർ, അതായത് തൻ്റെ തപശക്തി കൊണ്ട് കുണ്ടലിനി ശക്തിയെപ്പോലും ഉണർത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ മറുപടി കേട്ട് തരിച്ചു നിന്ന ടാഗോർ തിരിച്ച് ശിവഗിരിയിൽ നിന്നും പോകുമ്പോൾ അവിടുത്തെ സന്ദർശക ഡയറിയിൽ എഴുതി വെച്ച കാര്യമുണ്ട്. 4 വരികളില് അദ്ദേഹം ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെ എഴുതി: ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ആൻഡ് ഡ്യൂറിംഗ് മൈ ജേർണി ഐ ഹാവ് കം അക്രോസ് മെനി സ്പിരിച്വൽ ലീഡേഴ്സ്. എന്റെ യാത്രകൾക്കിടയിൽ ഞാൻ ഒരുപാട് ഋഷിവര്യന്മാരെ കണ്ടിട്ടുണ്ട്. ബട്ട് I must fairly admit one thing. I have never seen somebody like Srinarayana Gurudev or somebody in par with Srinarayana Gurudev. ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഋഷിവര്യനെയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ തുല്യരോ ആയ ഒരു ഋഷിവര്യനെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിനുശേഷം ടാഗോർ എഴുതി: I can never forget the self-radiant face of Srinarayana Gurudev. സ്വയം പ്രകാശിതമായ ശ്രീനാരായണ ഗുരുദേവന്റെ മുഖം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്നെഴുതി വെച്ചു രവീന്ദ്രനാഥ ടാഗോർ. അന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് CF ആൻഡ്രൂസ്. ആ CF ആൻഡ്രൂസ് ശിവഗിരി മഠത്തിലെ സന്ദർശക ഡയറിയിൽ ഇങ്ങനെയാണ് എഴുതിയത്: ഐ ഹാവ് സീൻ ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം. മനുഷ്യരൂപമെടുത്ത ദൈവത്തിനെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നൊരു ക്രിസ്ത്യൻ പാതിരി ഗുരുദേവനെ കണ്ടതിന് ശേഷം ശിവഗിരിയിലെ ആ സന്ദർശക ഡയറിയിൽ എഴുതിയിരിക്കുന്നു. അതിനുശേഷം CF ആൻഡ്രൂസ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ നോബൽ സമ്മാന ജേതാവായ റൊമൈൻ റോളൻഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്, ഒരു നോബൽ സമ്മാന ജേതാവായ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ആ കത്തിൽ CF ആൻഡ്രൂസ് ഇങ്ങനെയാണ് ഗുരുദേവനെ പരാമർശിച്ചിരിക്കുന്നത്: ഐ ഹാവ് സീൻ അവർ ജീസസ് ക്രൈസ്റ്റ് വാക്കിംഗ് ത്രൂ ദ ഷോർസ് ഓഫ് അറേബ്യൻ സീ. അറബിക്കടലിന്റെ തീരത്തുകൂടെ നടന്നു പോകുന്ന നമ്മുടെ യേശുദേവനെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് CF ആൻഡ്രൂസ് റോമൻ റോളൻഡിന് ഒരു കത്തെഴുതുകയും അങ്ങനെ ആ കത്ത് കിട്ടിയ റോമൻ റോളൻഡ് ഒരു പക്ഷേ ഈ ഭാരതത്തിലേക്ക് വരികയും അന്ന് ഭാരതത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ഋഷിവര്യന്മാരെ കുറിച്ചും അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹം ഗുരുവിന്റെ അടുത്തെത്തുകയും അങ്ങനെ ആ ഗുരുവിനെ കുറിച്ചും അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ റോമൻ റോളൻഡ് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ജ്ഞാനി ഓഫ് ആക്ഷൻ, കർമ്മനിരതനായ സന്യാസി. അപ്പൊ എങ്ങനെയാണ് മഹാകവി ഗുരുദേവനെ റൊമൈൻ റോളൻഡ് അങ്ങനെ വിശേഷിപ്പിച്ചത്? കർമ്മനിരതനായ സന്യാസി, ജ്ഞാനി ഓഫ് ആക്ഷൻ. അതായത് ഒരു സന്യാസിക്ക് ഒരിക്കലും ചേരാത്തൊരു വിശേഷണമാണ് റൊമൈൻ റോളൻഡ് ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ സന്യാസിമാരെ എന്താ വിളിക്കുക? പൂജ്യനായ സ്വാമിജി അല്ലെങ്കിൽ സംപൂജ്യനായ സ്വാമിജി എന്നൊക്കെയല്ലേ നമ്മൾ വിളിക്കുക. പക്ഷേ റൊമൈൻ റോളൻഡ് ഗുരുവിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ജ്ഞാനി ഓഫ് ആക്ഷൻ, കർമ്മനിരതനായ സന്യാസി. അപ്പൊ എങ്ങനെയാണ് ഗുരുദേവൻ കർമ്മനിരതനായത്? അപ്പൊ ഇവിടെയാണ് നമ്മൾ ഗുരുദേവന്റെ മറ്റൊരു ഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഗുരുവിന്റെ ഈ ഒരു ഭാവം, അതായത് എങ്ങനെ ഗുരുദേവൻ കർമ്മനിരതനായി എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഗുരു എന്താ പറയാ, ഗുരു തപസ് ചെയ്ത് ഈ മരുത്വാമലയിലെ കഠിന തപസ് ചെയ്ത്, അതായത് ഭൗതിക ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അതായത് ഭൗതിക ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് കൈവല്യത്തെ ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരുദേവൻ
6 വർഷത്തോളം മരുത്വാമലയിലെ കഠിന തപസ്സു ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ തന്റെ തപസ്സുകൊണ്ട് കുണ്ടലിനി ശക്തിയെ ഉണർത്തിയ ശ്രീനാരായണ ഗുരുദേവൻ. ഒരു പക്ഷേ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ആ കുണ്ടലിനി പാട്ട് തന്നെ നമുക്കറിയാം. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദ കൂത്തുകണ്ടാടുപാമ്പേ എന്നെഴുതിയ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ തപശക്തി കൊണ്ട് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ, അതായത് തന്റെ ശരീരത്തിലെ 6 ചക്രങ്ങളെയും ഭേദിച്ചുകൊണ്ട് മൂലാധാരം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ പറയുന്ന എല്ലാ ചക്രങ്ങളെയും തന്റെ തപസ്സുകൊണ്ട് കീഴ്പ്പെടുത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, അതിനുശേഷം കൈവല്യത്തെ ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരുദേവൻ സഹസ്രാവ ഇതില് എത്തിയ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയ ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ ഈ ഗുരുദേവൻ തന്നെയാണ് പിന്നീട് ആ ആത്മസാക്ഷാത്കാരത്തിൽ ലയിച്ചിരിക്കാതെ ഈ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന ശ്രീനാരായണ ഗുരുദേവൻ. അതായത് ഗുരുദേവൻ തന്നെ എഴുതിയിട്ടുള്ള സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന ഒരു കൃതിയിൽ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ ആ തപസ്സിനെ കുറിച്ച്. ഗുരു എന്താണ് പറയുന്നത്? സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി പെരുക്കെ പരവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഗുരു തന്നെ പറയാണ് തനിക്ക് കിട്ടിയ ആ തപസ്സിനെ കുറിച്ച്. ഗുരു എന്താണ് പറയുന്നത്? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി പെരുക്കെ പരവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. അതായത് ഗുരുവെത്തിയ ആ ആത്മീയ ആനന്ദത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, തന്റെ തപശക്തി കൊണ്ട് ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ പരവെളി കണ്ടാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. പരവെളി. അപ്പൊ ആ പരവെളി എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധാരണ ചിന്തകൾക്കോ നമ്മുടെ ഈ കണ്ണുകൾക്കോ ഒന്നും നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ ആത്മോപദേശ ശതകത്തിലും ഗുരു പറയുന്നുണ്ട്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ കരിവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം കരണവും ഇന്ദ്രിയവും കളേഭരം തൊട്ട് അനേക ജഗത്തുമോക്കിലെല്ലാം പരവെളി തന്നെ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. അതായത് പരവെളിയിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, തന്റെ തപശക്തി കൊണ്ട് പരവെളിയിലെത്തിയ ആ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് പറഞ്ഞത്, താനിങ്ങനെ ഈ പരവെളിയില് താനിങ്ങനെ ഈ ആത്മീയതയിൽ മാത്രം ലയിച്ചിരുന്നിട്ട് എന്ത് കാണിക്കാനാണ്? എന്നിട്ട് ഗുരു എന്താണ് പറയുന്നത്? കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിതിപ്പോൾ എന്ന് തീരുമാനിച്ച ശ്രീനാരായണ ഗുരുദേവൻ. അതായത് തനിക്ക് കിട്ടിയ ഈ ആത്മതപസ്സിൽ താൻ മാത്രം ഇങ്ങനെ ലയിച്ചിരുന്നിട്ട് എന്ത് കാണിക്കാനാണ്? എന്നിട്ട് ഗുരു പറയാണ്, കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിതിപ്പോൾ. അതായത് കഠോപനിഷത്ത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കഠോപനിഷത്തില് പറയുന്നുണ്ട്, ഉത്തിഷ്ഠത ജാഗ്രത പ്രപ്യവരാൻ നിബോധത്. അതായത് സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രസംഗത്തിൽ തന്നെ വിവേകാനന്ദൻ പറയുന്നതാണ്, arise, awake, stop not till the goal is reached. ഈ ഗുരുവാണ്, നമ്മുടെ മഹാഗുരുവാണ് ഇത് ആദ്യം പറഞ്ഞത്. ഈ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു പറഞ്ഞത് എന്താണ്? ഉത്തിഷ്ടോ നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിതിപ്പോൾ. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ തപശ്ചര്യയിൽ നിന്നും ഉടലെടുത്ത ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളാണ് ഗുരുവിന്റെ അറിവാകുന്ന നദിയിൽ നിന്നും ഉടലെടുത്ത പ്രസ്ഥാനങ്ങൾ. അത് SNDP യോഗമായിക്കോട്ടെ, SNBP യോഗമായിക്കോട്ടെ, ശ്രീനാരായണ ധർമ്മസംഘമായിക്കോട്ടെ, അത് ഒരിക്കലും നശിക്കുകയില്ല. കാരണം അതൊരു മഹാഗുരുവിന്റെ ആത്മതപസ്സിൽ നിന്നും ഉടലെടുത്ത സങ്കല്പങ്ങളാണ്. അപ്പോ ആ SNDP യോഗം അല്ലെങ്കിൽ SNBP യോഗം, ശ്രീനാരായണ ധർമ്മസംഘം എന്നൊക്കെ പറയുന്നത് ഒരു മഹാഗുരുവിന്റെ, ഒരു ലോകഗുരുവിന്റെ ലോക സങ്കല്പങ്ങളാണ്.
അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ പരവെളി അറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ തനിക്ക് കിട്ടിയ ആ ആത്മശക്തി പോലും ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ബലി കൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ. അത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവനെ കുറിച്ച് പല ചരിത്രകാരന്മാരും ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയവാദം പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിരുന്നു ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രായോഗികവാദിയും. ഒരു പക്ഷേ ഗുരുവിന്റെ ശിവശതകത്തിൽ ഗുരു തന്നെ പറയുന്നുണ്ട്, ജനകനും അമ്മയും ആത്മസഖിയും പ്രിയജനവും അടുത്തയൽവാസികളും ജനനമെടുത്തു പിരിഞ്ഞിടും എപ്പോഴും വിനാ തനിയെ ഇരുപ്പതിനെ തരമായി വരും. അതായത് മനുഷ്യ, നീ വെറുതെ അഹങ്കരിക്കരുത്. കാരണം ജനകനും അമ്മയും ആത്മസഖിയും പ്രിയജനവും അടുത്തയൽവാസികളും, നിങ്ങളുടെ അച്ഛനും അമ്മയും ആത്മസഖിയും എല്ലാം നിങ്ങളെ വിട്ടു പോകും. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തനിച്ചാണ് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ ശിവപ്രസാദക പഞ്ചകത്തിൽ ഗുരു പറയുന്നുണ്ട്, ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. അതിൽ ഗുരു പറയുന്നത് എന്താണ്? പൊരുളെന്നും ഉടമ്പൊടു മക്കളുയിർ തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അതായത് പൊരുളെന്നും ഉടമ്പെന്നും മക്കളെന്നും, അതായത് ചില ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, എനിക്ക് നല്ല ശരീരമുണ്ട്, എൻ്റെ മക്കള് വലിയ ഉയരങ്ങളിലാണ്, ഒരാള് ലണ്ടനിൽ പഠിക്കുന്നു, ഒരാള് ഇവിടെ അമേരിക്കയിൽ പഠിക്കുന്നു, അവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ ഗുരു തന്നെ പറയുന്നത് എന്താണ്? മക്കൾ അനർത്ഥകരം. പൊരുളെന്നും ഉടമ്പെന്നും മക്കളെന്നും ഒക്കെ പറയുന്നത് അനർത്ഥകരം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അതായത് ഈ ആത്മീയവാദത്തിന്റെ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയവാദം പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ ഈ ഗുരുദേവൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിക്കേ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ കൈത്തൊഴിൽ അഭ്യസിക്കൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ കൃഷിയിൽ പ്രാവീണ്യം നേടൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് പല ചരിത്രകാരന്മാരും ഗുരുദേവനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്, താൻ ജീവിച്ച കാലഘട്ടത്തിലെയും തനിക്ക് ശേഷമുള്ള കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ആത്മീയവാദിയായി, ഏറ്റവും വലിയ പ്രായോഗികവാദിയായി, ഏറ്റവും വലിയ സാമൂഹ്യ ചലനങ്ങളിൽ ഇടപെടുന്ന ശക്തിയായി, ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി, ഏറ്റവും വലിയ സെക്യുലറിസ്റ്റായി, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിഗറായി, ലോകമറിയപ്പെടുന്ന കവിയായി, വിദ്യാഭ്യാസ വിചക്ഷണനായി എല്ലാം ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അല്ലാതെ ഏതോ ചരിത്രകാരന്മാർ പറയുന്നത് പോലെ വെറും ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുദേവ ഭക്തരത് തിരുത്തി പറയണം. നമ്മൾ പറയണം, ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ചെറിയ ഭാവം മാത്രമാണ് ഈ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്. കാരണം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയവാദിയും ഏറ്റവും വലിയ ഒരു പ്രായോഗികവാദിയും സാമൂഹ്യ പരിഷ്കർത്താവും എല്ലാം ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാകവി കുമാരനാശാൻ ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ചത്, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്തു. നമ്മളാകുന്ന സാധാരണക്കാർക്ക് വേണ്ടി തന്റെ ആയുസ്സും വപുസ്സും മാത്രമല്ല, കാലങ്ങളായി താൻ ആർജിച്ചെടുത്ത തന്റെ ആത്മതപസ്സു കൂടി ബലി ചെയ്ത മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിനുശേഷം കുമാരനാശാൻ എഴുതി, സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി. ഇങ്ങനെയുള്ള സന്യാസിമാര് ഈ ലോകത്തില് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോ ആ ഗുരുവിനെ
നമുക്ക് വേണ്ടി തൻ്റെ ആയുസ്സും വപുസ്സും മാത്രമല്ല കാലങ്ങളായി താൻ ആർജിച്ചെടുത്ത തൻ്റെ ആത്മതപസ്സുകൂടി ബലി ചെയ്ത ആ മഹാഗുരുദേവനെ എല്ലാവരും ദൈവമായി മനസ്സിൽ കണ്ട് ആരാധിക്കുക. ആ ദർശനങ്ങളെ നമിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു കുടുംബ ജീവിതവും സംതൃപ്തമായ ഒരു സാമൂഹ്യ ജീവിതവും സംതൃപ്തമായ ഒരു സാംസ്കാരിക ജീവിതവും കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ഗുരുവിൻ്റെ ഈ പാദം പതിഞ്ഞ ഈ മണ്ണിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം തന്നെ SNDP യോഗത്തിൻ്റെ ഭാരവാഹികളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.